സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഈ വേദിയുടെ മഹത്വവും മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഒരു വിദ്യാർത്ഥിനിയായി എൻ്റെ ഗുരു, എൻ്റെ അമ്മ ശ്രീമതി കലാമണ്ഡലം സുമതി പഠിപ്പിച്ചിരുന്ന കുട്ടികൾക്ക് വേദിയിൽ കയറും മുമ്പ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന അസിസ്റ്റൻറ്റ് ടീച്ചറായി ഞാൻ തന്നെ പഠിപ്പിച്ച എൻ്റെ പൊന്നു മക്കളെ കൊണ്ട്, എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ഈ വേദിയിലിരുന്ന് നെട്ടുവാങ്കം ചെയ്ത് കളിപ്പിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായിരുന്ന ഒരു നർത്തകിയും നൃത്താധ്യാപികയുമാണ് ഞാൻ. ഇന്ന് ഈ ഒരു മഹനീയ വേദിയിൽ ഉദ്ഘാടന ചടങ്ങിന് സാന്നിധ്യമാകുമ്പോൾ ഗുരുക്കന്മാരോട്, ദൈവങ്ങളോട് ഒക്കെ നന്ദി പറയുകയാണ്. ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്ന് പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നൃത്തവും സംഗീതവും വാദ്യവും ചിത്രകലയും ഒക്കെ അവതരിപ്പിക്കാൻ ഇവിടെ വേദിയിലെത്തുന്ന ഓരോ പൊന്നു മക്കളോടും ഒരു അധ്യാപിക എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിലൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വേദിയിലെത്തിയാൽ തന്നെ നിങ്ങൾ വിജയികളായി എന്നതാണ് അർത്ഥം. ഇവിടെ എത്തണമെങ്കിൽ എത്രമാത്രം നിങ്ങൾ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ രാപകലില്ലാതെ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്താണ് സബ് ജില്ലാ, റവന്യൂ എല്ലാം കഴിഞ്ഞ് ഈ വേദിയിലെത്തുന്നത്. അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും വിജയികളായി എന്നാണ് അർത്ഥം. ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ഞാൻ നൃത്തം പഠിപ്പിച്ചിരുന്ന, കേരളത്തിൽ നൃത്തം പഠിപ്പിച്ചിരുന്ന കാലത്ത് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനമായിരുന്നു. അന്ന് കലാപ്രതിഭ, കലാതിലകമുണ്ടായിരുന്നു. മാത്രമല്ല, നൃത്തം ചെയ്യുമ്പോൾ സൈഡിലിരുന്ന് പക്കം വായിക്കുവാൻ ലൈവ് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങളാണ് കാലം വരുത്തിയത്. അതിലൊരു അധ്യാപിക എന്ന നിലയിൽ, നർത്തകി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് ഇവിടെ നൃത്തം ചെയ്യാൻ പോകുന്ന ഓരോ കുട്ടികളും, അല്ലെങ്കിൽ സംഗീതം, വായ്പാട്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ചെയ്യുന്ന കുട്ടികളെല്ലാവരും വിജയികൾ മാത്രമാണ്. അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുറച്ച് കുട്ടികൾ, അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എ ഗ്രേഡ്, അങ്ങനെ ഗ്രേഡ് സിസ്റ്റം വരുത്തിയതിന് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. അപ്പോൾ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മത്സര ബുദ്ധിയുണ്ടല്ലോ, അത് കുറച്ച് കുറയും. ഇതൊരു ഉത്സവമാണ്, ഒരു മാമാങ്കമാണ്, കലയുടെ ലോകമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമാവട്ടെ, അല്ലെങ്കിൽ 5 ദിവസങ്ങൾ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് പങ്കെടുക്കുന്ന ഈ ഒരു മാമാങ്കത്തിൽ, ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയം ആശംസിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തത് കൃത്യമായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ഒരുപാട് കയ്യടികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ വിജയിച്ചാൽ, അല്ലെങ്കിൽ ഈ വേദിയിൽ പങ്കെടുത്താൽ തന്നെ പുറം ലോകം, പുറത്തൊരു വലിയ കലാലോകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കലയുടെ വാഗ്ദാനമായി തീരുവാൻ ഇവിടെ എത്തിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ആശംസകൾ, എൻ്റെ പ്രാർത്ഥനകൾ. എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ച വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.